ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടല്ലോ, വെറുതെ ഇരുന്നപ്പോൾ തോന്നി ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വീക്കെൻഡാണ്. അപ്പം നമ്മളെ നോർമൽ ഞങ്ങളെ മലപ്പുറംകാരുടെ ദോശയും പൊട്ടറ്റോ സ്റ്റൂ ആണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. സെമിക്കൊന്ന് ഓഫ് ആയതുകൊണ്ട് അങ്ങനെയുള്ളപ്പോഴാണ് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി നോക്കാറ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളെ ഇൻസ്റ്റയിലൊക്കെ കടന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ കൂന്തൽ നിറച്ചതുണ്ടല്ലോ, അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ വാങ്ങിച്ചിരുന്നു കേട്ടോ സെമി. ഇത് 2 ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വലിയ കൂന്തൽ വേണമല്ലോ ഇതിന്. അപ്പോൾ നല്ല വലിയ കൂന്തൽ തന്നെ കിട്ടിയപ്പോൾ ഇത് സെമി വാഷ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. എനിക്കിത് ക്ലീൻ ചെയ്യാൻ അറിയില്ലായിരുന്നു. ഞാൻ കൂന്തൽ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ഞാനിത് മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. മസാല തേങ്ങയും പിന്നെ കൂന്തലിൻ്റെ കുറച്ച് പീസസും കട്ട് ചെയ്തിട്ട് ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു മസാല ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് നന്നായിട്ട് അതിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ടൂത്ത് പിക്ക് കൊണ്ട് വേണം ഇത് ജോയിൻ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഈ വാങ്ങിച്ച ഫുൾ കൂന്തളും ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ള് നമ്മൾ നിറക്കാൻ പാടില്ല, 3/4 ഭാഗത്തോളം നിറക്കാൻ പാടുള്ളൂ. കോഴിക്കോട് ഈ ഒരു ഐറ്റം നല്ല ട്രെൻഡിങ് ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഒരാഗ്രഹം ഉണ്ടാക്കി നോക്കണം എന്ന്. അപ്പോൾ പിന്നെ നമ്മൾ എന്തെങ്കിലും വിചാരിച്ച് നമുക്കത് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല. അപ്പോൾ എന്തായാലും ഈ സാധനം ഇവിടെ കിട്ടുമല്ലോ വാങ്ങിക്കാൻ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ, അത് ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. പിന്നെ എനിക്കൊരു ഷോർട്ട് വീഡിയോ എടുക്കാണ്ടായിരുന്നു. ഞാൻ ഇതിന് മുന്നേ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ റെസിപ്പി ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്റ്റീം ചെയ്യാം. നല്ല ഒരു 5-6 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇത് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് മാറ്റി വെക്കാം. ഞാൻ ഈ റെസിപ്പി ഐഷാസ് കിച്ചൺ കണ്ടിട്ട് ചെയ്താണ് കേട്ടോ. ടൊമാറ്റോ പ്യൂരിയും പിന്നെ നമ്മളെ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് പച്ചമണം മാറിയിട്ട് അതിലോട്ട് ഈ കൂന്തലിട്ട് നല്ലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് തക്കാളി ഇല്ലാതെ ആയിരിക്കും നല്ലതെന്നാട്ടോ തോന്നിയത്. അപ്പോൾ ഞാൻ സൈഡിൽ തന്നെ ടാനിക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അവന് ഞാൻ പൊട്ടാറ്റോയും ക്യാരറ്റും കൂടി ഒരു റൈസ് ഉണ്ടാക്കാൻ കേട്ടോ. അത് ഞാൻ ജസ്റ്റ് വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് കുക്ക് ചെയ്ത് വെച്ച റൈസും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലും വെജിറ്റബിൾ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാറാണ് കേട്ടോ. അല്ലെങ്കിൽ അവന് ക്യാരറ്റും പൊട്ടാറ്റോ ഒക്കെ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാം കൂടി ചോറിൻ്റെ കൂടെ അങ്ങോട്ട് പൊക്കോളുമല്ലോ. പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത് ഇഷ്ടമാണ്, അത് അവൻ കഴിക്കാറുണ്ട്. ടാനിക്ക് ഇന്നത്തെ ചോറ് ഉച്ചക്കുള്ള ഫുഡാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കഴിക്കുമ്പോൾ തന്നെയാണ് അവനും കൊടുക്കാറുള്ളത്. ഞങ്ങൾക്ക് എന്തായാലും ഇന്നലെ ഞാൻ ക്രാബിൻ്റെ ഒരു മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിക്കാട്ടുണ്ടാക്കിയത്. അപ്പോൾ അത് ബാക്കിയുണ്ട്. അപ്പോൾ അത് ചൂടാക്കി ഇന്ന് വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല വിചാരിച്ചു. അപ്പോൾ പൊറോട്ടയാണ് ഇതിൻ്റെ നല്ല കോംബോ. ഫുഡ് ഉണ്ടാക്കുന്നതൊന്നും നമുക്ക് പ്രശ്നമില്ല. ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ കിച്ചൺ കംപ്ലീറ്റ് മെസ്സി ആയിരിക്കും കേട്ടോ. പാത്രങ്ങളായിരിക്കും പിന്നെ കംപ്ലീറ്റ് കഴുകാനുണ്ടാവുന്നത്. പക്ഷേ ഈ ഡിഷ് വാഷർ ഉള്ളതുകൊണ്ട് എനിക്ക് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്തെടുക്കും പാത്രങ്ങളൊക്കെ. പുതിയ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മളതിനെ കൈ കൊണ്ടൊന്ന് കഴുകി വെക്കും കേട്ടോ. ബാക്കിയുള്ള ഐറ്റംസും ഞാൻ ഡിഷ് വാഷറിലോട്ട് വെക്കാറാണ്. പിന്നെ കട്ടിംഗ് ബോർഡ് ഞാൻ ഇതുപോലെ ബേക്കിംഗ് സോഡ ഇട്ടിട്ടാണ് കേട്ടോ വാഷ് ചെയ്യാറ്. നമ്മൾ ചിക്കനും മീറ്റും എല്ലാം ഇതിലല്ലേ കട്ട് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാഷ് ചെയ്ത് കളയും. എനിക്ക് ക്ലീനിങ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സമാധാനം കിട്ടൂല കേട്ടോ. നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ കുക്കിങ്ങും ഇതെല്ലാം ആ ടൈമിൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കിച്ചണിലേക്ക് പോവില്ല. ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കിച്ചണിൽ നിന്ന് ഇറങ്ങാറുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ പോയിട്ട് പിന്നെ ചെയ്യുന്നത് എനിക്കിഷ്ടമില്ല. നമ്മൾ മടി പിടിക്കുമല്ലോ. ഞങ്ങളുടെ ഇൻഡക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇൻഡക്ഷന് കുറച്ച് തന്നെ ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ പെട്ടെന്ന് അഴുക്കാവും. അപ്പോൾ ഞാൻ ബേക്കിംഗ് സോഡയും വിനെഗറും ഇട്ടിട്ട് ഡിഷ് വാഷ് സോപ്പും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാഷ് ചെയ്യും കേട്ടോ. ഞാൻ നല്ല ഡേർട്ട് ഉണ്ടെങ്കിലാണ് ഞാനിങ്ങനെ ചെയ്യാറ്. അപ്പോൾ നല്ല ഒരു തിളക്കം കിട്ടും കേട്ടോ. നമ്മൾ ആ ഒരു ഏരിയ എനിക്ക് നല്ല ഫ്രഷ് ആയിട്ട് തോന്നാറുണ്ട്. പിന്നെ ഞാനിവിടെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാറ് ലൈസോൾ വെച്ചിട്ടാണ്. നല്ലൊരു സ്മെല്ല് കിട്ടും. ഒരു ലെമണിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ ഇതിന് വരുന്നത്. അപ്പം നമ്മൾ പുറത്തത്തെ വെതർ നോക്കി നല്ല മഞ്ഞും ഭയങ്കര കാറ്റുള്ള സമയമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉച്ച ആയിട്ടുണ്ട്, വെയിലുണ്ട്, പക്ഷേ നല്ല തണുപ്പുണ്ട് കേട്ടോ. മഞ്ഞ് രാവിലെ നല്ല പെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ മഞ്ഞില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് കേട്ടോ. രാത്രി നമ്മൾ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെയും പോകാനുണ്ട്. വൈകിട്ടാണ് പോകാനുള്ളത്. അപ്പോൾ ഉച്ചക്കത്തെ പരിപാടി ഞാനെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടാനിക്കുള്ള ഫുഡ് കൊടുക്കുന്ന സമയമാണ്. ഇത് എനിക്കൊരു 1.5 മണിക്കൂർ എടുക്കും കേട്ടോ ഇവന് ഫുഡ് കൊടുക്കുക എന്നുള്ളത്. ഇന്ന് അവന് നല്ല വിശന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 അവൻ കഴിക്കും, ബാക്കിയുള്ളത് ഞാൻ കൊടുക്കണം.
പിന്നെ അവന് ഒന്ന് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തും ഫുഡ് ആദ്യം അവന് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുക്കിങ്ങും ഒക്കെ കുറച്ച് ചെയ്തുകൊണ്ട് കുറച്ച് സമയം എടുത്തു. അപ്പം അവന് നല്ല വിശന്നിട്ടുണ്ട്. ഇടയിൽ ഞാൻ എന്തെങ്കിലും വിശപ്പ് മാറാൻ കൊടുക്കുമ്പോൾ അവന് ഫുഡൊന്നും കഴിക്കാറില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടാനിനൊക്കെ ഒന്ന് ഉറക്കമൊക്കെ ഉറങ്ങിയതിന് ശേഷം ഞങ്ങൾ ചേഞ്ച് ചെയ്യാനുള്ള സമയമായി കേട്ടോ. ഞാൻ പോവാൻ ഇതാ ഈ ഡ്രസ്സാണ് ഇടുന്നത്. ടാനിനെ ഫസ്റ്റ് ഞാൻ മാറ്റിച്ചു കൊടുക്കും, എന്നിട്ടാണ് ഞാൻ എൻ്റെ പരിപാടി ചെയ്യാനുള്ളത്. അപ്പോൾ അവനെ മാറ്റിക്കാനുള്ള പരിപാടി ചെയ്യാണ്. പക്ഷേ അവൻ അതിനിടയിൽ എനിക്കിവിടെ പണി ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതോ നോക്കിയേ, ഈ റൂം അവന് അലങ്കോലാക്കിയിട്ടിട്ടുണ്ട്. നിങ്ങൾ കുട്ടികൾക്കുള്ളവർക്ക് മനസ്സിലാവുമല്ലോ, ഇതന്നെയല്ലേ നിങ്ങളെ വീട്ടിലെ അവസ്ഥ. നമ്മൾ ഒരു സൈഡിൽ ഇങ്ങനെ റെഡിയാക്കി വരുമ്പോഴേക്കും മറ്റേ സൈഡിൽ ഇവരിത് കംപ്ലീറ്റ് വലിച്ചു വാരിയിട്ടിട്ടുണ്ടാവും. പുറത്ത് ജസ്റ്റ് ടാനിനും കൊണ്ട് ഇതങ്ങനെ മഞ്ഞൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഇത് പുറത്തിറങ്ങിയാണ്. സെമി കാർ എടുക്കാൻ വേണ്ടിയിട്ട് ഗരാജിൽ കയറി കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാനും ടാനിയും കൂടി പുറത്തിറങ്ങിയതാണ് കേട്ടോ. അത്യാവശ്യം നല്ല മഞ്ഞ് തന്നെ ഉണ്ട് ഇവിടെ. നമ്മൾ വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ മഞ്ഞൊക്കെ നീക്കണം കേട്ടോ. അപ്പോൾ സെമി രാവിലെ ഇട്ടിട്ട് കംപ്ലീറ്റ് നീക്കിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റത്തെ മഞ്ഞ് വരുമ്പോൾ പിന്നീട് വരുമ്പോൾ അടിഞ്ഞു കൂടാതിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഡ്രൈവ് എപ്പോഴും ക്ലീൻ ചെയ്തിടാറുണ്ട്. അങ്ങനെ ഇന്ന് ടാനിയുടെ ഹെയർ കട്ടാണ്. ഹെയർ കട്ടിന് അവനിത് കൊടുന്നാണ്. അവന് പകുതി ഉറക്കത്തിലാണ് കേട്ടോ. പക്ഷെ അവന് ഹെയർ കട്ടിന് നല്ല അടിപൊളിയായിട്ടിരുന്നു. അവൻ്റെ സെക്കൻഡ് ഹെയർ കട്ടാണ് കേട്ടോ. അവന് ഫസ്റ്റ് ബർത്ത്ഡേ സമയത്ത് ഞങ്ങൾ മുന്നേ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് നമ്മളെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. ഇത് അവരുടെ ഫ്രണ്ട്സും കൊളീഗ്സും എല്ലാവരും ഉണ്ട്, നമ്മളെ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ വെച്ചിട്ടല്ല, ഇത്തവരെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. പിന്നെ ടാനിയുടെ ഹെയർ കട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. എനിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ അവന് കേളി ഹെയർ മിസ് ചെയ്യുന്നുണ്ട്. അവന് കേളി ഹെയർ ഉള്ളതും ഇഷ്ടമായിരുന്നു. പക്ഷെ ഇതും അവന് വലിയ ബോറൊന്നും തോന്നുന്നില്ല കേട്ടോ. ഓക്കെയാണ്. പിന്നെ നല്ല ഫുഡ് തന്നെ ആയിരുന്നു. പായസം ഉണ്ടായിരുന്നു, ചിക്കൻ, പിന്നെ ഗീ റൈസ് ഉണ്ട്, പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞാൻ ഗീ റൈസേ കഴിച്ചിട്ടുള്ളൂ, പിന്നെ ഒരു അപ്പം കഴിച്ചു. അപ്പോൾ എല്ലാവരും ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് സൈഡിൽ നടക്കുന്നുണ്ട്. ഞങ്ങളും ഫോട്ടോസ് എടുത്തു കേട്ടോ. പിന്നെന്താ, ഇന്ന് എന്തായാലും നല്ലൊരു ദിവസം തന്നെ ആയിരുന്നു കേട്ടോ. ഈവനിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഒരു ഡേ കംപ്ലീറ്റ് വീട്ടിൽ തന്നെ ആയിരുന്നു. രാത്രി ആണല്ലോ ഫംഗ്ഷൻ വന്നേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഡേ കുറേ ആയ പോലെ തോന്നി. എന്തായാലും ഈ നാളെ സെമിക്ക് ജോലിയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും അധികം നേരങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല. ഞങ്ങൾ നേരെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.